വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. ഇന്ന് എൻ്റെ അടുത്തുള്ളത് S1000RR M Sport ആണ്. ലേറ്റസ്റ്റ് വെർഷൻ, നമ്മുടെ വിംഗ്ലെറ്റൊക്കെ ഉള്ള മോഡൽ. ഇത് റൈഡ് റിവ്യൂ ആയിട്ട് കാണണ്ട, ഒരു ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇതൊരു കമ്പാരിസൺ പോലെ ചെയ്യാം, കാരണം എനിക്കിത് കിട്ടിയ അവസരമാണ്. കാരണം S1000RR എനിക്ക് കിട്ടും, പഴയ വെർഷൻ ആയിരുന്നാലും പുതിയ വെർഷൻ ആയിരുന്നാലും എനിക്ക് കിട്ടും. പക്ഷേ S1000RRൻ്റെ രണ്ട് വെർഷൻസും ഒരേ സമയം ഒരേ ഫ്രെയിമിൽ എനിക്ക് കിട്ടില്ല. കാരണം ഞാൻ എല്ലാം ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് ബൈക്കും ഒരേ സമയം കൊണ്ടുവരിക, പിന്നെ രണ്ടും തിരിച്ചു കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ആ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. സോ ഇതാണ് ആ ഒരു ഫ്രെയിം. രണ്ട് ബീസ്റ്റുകൾ ഒരു ഫ്രെയിമിൽ കിട്ടിയ നിമിഷം ആക്ച്വലി ഞാൻ കരുതിയിട്ടേ ഇല്ല. കാരണം ഈ ബൈക്ക് എൻ്റെ കിട്ടിയിട്ടുണ്ട്, ഈ ബൈക്ക് എനിക്ക് എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും എന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരേ സ്ഥലത്ത് കിട്ടും എന്ന് കരുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അവസരം കളയാൻ ഞാൻ തയ്യാറില്ല. ആക്ച്വലി എൻ്റെ സൗണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ അത്ര ഓക്കെ അല്ല, കാരണം റൈഡ് ചെയ്ത് തളർന്ന് അങ്ങനെ നിൽക്കുവാണ്. അതിനിടയിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം, കുറച്ച് കിതക്കലും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നുമല്ല. ആക്ച്വലി എൻ്റെ ഒരു സമാധാനത്തിന്, ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. ഇങ്ങനെ രണ്ട് സാധനങ്ങൾ കിട്ടിയ പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാതെ നിങ്ങളത് കാണിക്കാതെ എനിക്ക് കളയാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ആ ഒരു വിംഗ്ലെറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ശരിക്കും ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അത് ഹൈ സ്പീഡിലേക്ക് കയറുമ്പോഴേ അതറിയാൻ പറ്റുള്ളൂ. ഇവന് ഡൗൺ ഫോഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ആക്ച്വലി ഞാനൊരു കാര്യം പറയാം, ഈ രണ്ട് ബൈക്കുകളും തമ്മിൽ കുറേ ഇയറിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് 17 ആണെന്ന് തോന്നുന്നുണ്ട്, ഇത് ലേറ്റസ്റ്റ് ആണ്. എന്നാലും BMW ഒരു പണി കിട്ടിയ ഡിസൈൻ എന്ന് ഞാൻ പറയുന്നത് ഈ ഒരു ബൈക്കാണ്. കാരണം ഇപ്പോഴും BMW ഈ ബൈക്കിൻ്റെ സ്ഥാനത്തേക്ക് ലുക്ക് വൈസ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഇപ്പോഴും ലുക്കിൻ്റെ കാര്യത്തിൽ ഇത്രയും ഫാൻ ബേസ് ഉള്ളൊരു ബൈക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇതിനാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഫാൻ ബേസ് ഉള്ളത്. ഇതിന് ഒരു LED സ്ട്രിപ്പ് ലൈറ്റ് അല്ല, ആക്ച്വലി LED ലൈറ്റ് അയാൾ ഇമ്പോർട്ട് ചെയ്തതാണ്, വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ സിമെട്രിക്കൽ ആയിട്ടുള്ള ലൈറ്റിന് ഏകദേശം ഒരു 500 ഗ്രാം ഒക്കെ ഡിഫറൻസ് ഉണ്ട് വെയിറ്റ് തമ്മിൽ. സോ അത് ഊരി കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ആ ഒരു പ്യൂക്കിൻ്റെ വൈസർ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സുന്ദരി കുട്ടി എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു ബൈക്ക്. ഇതും ഒട്ടും മോശമല്ല. ഇതിൻ്റെ DRL ഇങ്ങനെയാണ്, വളരെ മിനിമൽ ആയിട്ടുള്ള DRL ആണ്. പക്ഷേ എന്താ പറയുക, ഒരു ഷാർക്ക്, അത് തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു ലുക്ക്. ഇത് അസിമെട്രിക്കലാണ്, അതായത് ഈ ആംഗിളിൽ കാണുന്ന സാധനമല്ല ഈ ആംഗിളിൽ കാണുന്നത്, ഈ ഹെഡ്ലൈറ്റ് അല്ല ഈ ഹെഡ്ലൈറ്റ് കാണുന്നത്, ഈ ഫെയറിംഗ് അല്ല ഇപ്പുറത്തെ സൈഡിലെ ഫെയറിങ്ങിൽ കാണുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ ഇത് തമ്മിൽ ലുക്ക് വൈസ് അല്ലാതെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ശരിക്കും അതുണ്ട്. ഇതിനെക്കാട്ടിയും ഈസിയാണ് ഈ ബൈക്ക് ഓടിക്കാൻ. ശരിക്കും ഇത് ഓടിക്കുന്നതിനെക്കാട്ടിയും ഈസിയാണ് ഈ ബൈക്ക് ഓടിക്കാൻ. ഈ ബൈക്ക് ഓടിക്കാൻ എനിക്ക് തോന്നുന്നു 1000cc മിക്ക ബൈക്കുകളെക്കാട്ടിയും ഈസിയാണ്. അപ്പം ഇതെന്ത് ഈസി ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇത് വൺ ഓഫ് ദ പ്രാക്ടിക്കൽ 1000cc ബൈക്കാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് മറ്റ് 1000cc ബൈക്കുകൾക്കൊന്നും ഇല്ലാത്ത ഒരു ക്വാളിറ്റി ഇതിനുണ്ടായിരുന്നു. ഒന്നല്ല, കുറേ ക്വാളിറ്റി ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് BMW ഈ ബൈക്ക് ക്രിയേറ്റ് ചെയ്തത് ഒരു, എനിക്ക് തോന്നുന്നു കുറേ കാലത്തേക്ക് ഇനി ആരും ഇതിനെ തുടരുന്നുള്ള രീതിക്കാണ്. കാരണം എക്യൂബ്ഡ് ആയിട്ട് പണ്ടത്തെ ബൈക്കുകൾക്ക് ഇത് ഇറങ്ങുന്ന സമയത്ത് ഇതിനെക്കാട്ടി ഒരു ഫസ്റ്റ് ജനറേഷനും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ജനറേഷനിൽ പോലും ഭയങ്കരമായിട്ടുള്ള ഇലക്ട്രോണിക്സ് ലോഡഡ് ആയിട്ടാണ് ഈ ബൈക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അന്നത്തെ ബൈക്കുകളിലൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ബൈക്ക് ഇറങ്ങിയത്. അപ്പോൾ BMW ടോട്ടലി ചിന്തിച്ചത് ഇനി കുറേ നാളത്തേക്ക് ഈ ബൈക്കിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവരുത്, ഇനി കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ ബൈക്കായിരിക്കണം എന്നുള്ള രീതിക്കാണ് ഇറക്കിയിട്ടുള്ളത്. അത് കംപ്ലീറ്റ്ലി ശരിയായി. കാരണം ഈ ബൈക്കിന് കോമ്പറ്റീഷൻ ഈ ബൈക്കാണ്. കാരണം എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, S1000RR എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സാധനമാണ്. ഇപ്പോൾ ഡുക്കാട്ടി പനിഗാലെ V4 ഉണ്ട്, അപ്രീലിയ RS V4 ഉണ്ട്. അതൊക്കെ ശരിക്കും ഇതിനെക്കാട്ടിയൊക്കെ ബ്രൂട്ടൽ ബൈക്സാണ്. നമ്മുടെ 10R ഉണ്ട്. 10R ഒക്കെ 1000cc തന്നെ ബീസ്റ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. R1 ഉണ്ട്. ബട്ട് ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് സ്വീറ്റ്. എനിക്ക് അതാണ് പറയാനുള്ളത്. രണ്ട് സ്വീറ്റ് ചക്കരകൾ, അതാണ് എനിക്ക് പറയാനുള്ളത്. കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയാനുണ്ട്. ഞാൻ പറയുന്നത് ഓർഡറിനാണോ എന്ന് തന്നെ എനിക്കറിയില്ല. കറക്റ്റ് ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. 1000cc ഇത്രയും പ്രാക്ടിക്കലായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ബൈക്കില്ല. അത് ഞാൻ ഇതിൻ്റെ റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര ചെറിയൊരു ബൈക്കായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ അതുപോലെ തന്നെ വളരെ അഗ്രസീവ് ആയിട്ടുള്ളൊരു ബൈക്കായിട്ട് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞത് ശരീരം കൊണ്ടും ഇതിൻ്റെ ഹാൻഡിലിംഗ് കൊണ്ടുമാണ് ഇത് ചെറിയൊരു ബൈക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഫീൽ ദ അഡ്രിനാലിൻ റഷ്. അത് നിങ്ങൾ ഓടിക്കുക, അപ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്രയും ലൈറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത് എന്ന് ഞാൻ ഈ ബൈക്ക് ഓടിച്ചോ അന്ന് തൊട്ട് ഇതിൻ്റെ അടുത്തുള്ള ഇഷ്ടം നെക്സ്റ്റ് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. സോ എന്താണ് പഴയ S1000RRൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയാണ്, ആ ഒരു റൈഡ് ക്വാളിറ്റിയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, നമുക്കൊരു ഹാൻഡി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫീലാണ്. ശരിക്കും വലിയ എഫേർട്ടൊന്നുമില്ല ഈ ബൈക്ക് ഓടിക്കാനായിട്ട്. അത്രയും എഫേർട്ട്ലെസ് ആയിട്ട് പ്രാക്ടിക്കലായിട്ടാണ് BMW ഈ ബൈക്ക് നമുക്ക് തരുന്നത്. ഇനി ഞാൻ ഇവൻ്റെ കാര്യത്തിലോട്ട് പോകാം.
ഈ ബൈക്കിൽ എനിക്ക് എന്താണോ ഫീൽ ചെയ്തത് അതെല്ലാം നെക്സ്റ്റ് ലെവലിലേക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബൈക്കാണ് ഈ ബൈക്ക്. അതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഉത്തരം. ഈ രണ്ട് ബൈക്കുകളും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് പിന്നെയും പ്രാക്ടിക്കലാണ്, ഇതിനെക്കാട്ടിയും പ്രാക്ടിക്കലാണ്, ഇതിനെക്കാട്ടിയും ലൈറ്ററാണ്, ഇതിനെക്കാട്ടിയും ഈസി ടു യൂസ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ ലുക്ക് വൈസ് ഡെഫിനറ്റ്ലി ഞാൻ ഇതിൻ്റെ ഫാനാണ്, ഇതിൻ്റെ ഫാനിനെക്കാട്ടിയും ഇതിൻ്റെ ഫാനാണ്. പക്ഷേ പ്രാക്ടിക്കാലിറ്റി ഐ ഫീൽ ഇതിനെ കൊണ്ട് നടക്കാനുള്ളൊരു എളുപ്പം, അത് മെയിൻ്റനൻസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതിനെ കൊണ്ട് നടക്കുന്ന സമയത്ത് ഓക്കെ ഒരു ബിഗ് ബൈക്കാണല്ലോ എന്നുള്ളൊരു ഫീല് എന്ന് പറയുന്ന സംഭവം ഒട്ടുമില്ല. ഇതിനുള്ളതിനെക്കാട്ടിയും ഒരു ഹാഫ് ലെവൽ ഇതിന് കുറവാണ്. പിന്നെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. കാരണം ഇതിന് സീറ്റ് ഹൈറ്റ് കൂടുതലാണ്. നിങ്ങൾ ഇതിലും മാറി കയറിയിരുന്നാൽ അത് മനസ്സിലാവും. ഇതിന് സീറ്റ് ഹൈറ്റ് കൂടുതലാണ്. ചിലപ്പോൾ കേൾക്കുമ്പോൾ അയ്യോ അങ്ങനെയാണോ എന്ന് തോന്നുന്നൊരു കാര്യമുണ്ട്. ഇതിനെക്കാട്ടിയും ഇതാണ് അഗ്രസീവ്. ആക്ച്വലി പോർഷൻ എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. റിലാക്സ്ഡ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നോർമൽ ബൈക്സ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും അഗ്രസീവ് ആയിട്ടുള്ളൊരു ബൈക്ക് തന്നെയാണ്. പക്ഷേ ഇത് അതിനെക്കാട്ടിയും റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈവൻ നല്ല രീതിക്ക് അഗ്രസീവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. സോ അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാം ഭയങ്കര എന്താ പറയുക, ഒരു ഐക്കോണിക് ആയിട്ടുള്ള സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ കയറിയിരുന്ന് കഴിഞ്ഞാൽ ഈ കാണുന്ന മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഐക്കോണിക് മീറ്റർ കൺസോളാണ്. നമ്മൾ സിനിമകളിലൊക്കെ ഇതിൻ്റെ സ്പീഡ് കയറുന്ന കണ്ടിട്ടുണ്ടാകും. സോ ആ എഴുത്ത് തന്നെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ അത് ഇതിന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഭയങ്കര ഐക്കോണിക്, ഭയങ്കര ഒരു പ്രഷ്യസ് ഫീൽ കിട്ടുന്നൊരു സാധനമാണ്. പക്ഷേ മറ്റതിലോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മോഡേൺ. അതാണ് ഇതിൻ്റെ അകത്ത് വരുമ്പോഴുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മറ്റതിനെക്കാട്ടി ഞാൻ പറഞ്ഞു സീറ്റ് ഹൈറ്റ് കൂടുതലാണ്. അതിലെനിക്ക് ഏകദേശം ഹാഫ് ഫുഡ് ഇങ്ങനെ നിൽക്കും. ഇതിൽ ഇങ്ങനെയാണ്, അല്ല ഫുൾ ഇങ്ങനെയല്ല, എന്നാലും ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ കൺസോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. ടിപ്പിക്കൽ BMW അവരുടെ GS എല്ലാത്തിലും കാണുന്ന ആ ഒരു ഗ്രാഫിക്സും ആ ഒരു കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ്. ബ്യൂട്ടിഫുൾ. സർവീസ് ലെവൽ റീച്ച്ഡ് വാർണിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. പിന്നെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ സെയിമാണ്, ടെക്നോളജീസൊക്കെ സെയിമാണ്. പിന്നെ ഇതിൻ്റെ എൻജിൻ വൈസ് കുറേ ചേഞ്ചസ് ഒക്കെ അവർ വരുത്തിയിട്ടുണ്ട്. കാരണം ആ എൻജിനെക്കാട്ടിയും കുറച്ചുകൂടി പവർഫുള്ളാണ്. ഡെഫിനറ്റ്ലി ഓൺ പേപ്പറും ഈ സാധനം ഭയങ്കര ലൈറ്റാണ്. അതിനെക്കാട്ടിയും കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റ് ബൈക്കാണ്. പിന്നെ ഓൾമോസ്റ്റ് 1:1 പവർ റേഷ്യോയിലിരിക്കുന്ന ബൈക്കുകളാണ്. ഇത് 197 kg സംതിങ്, ഇത് 2.205 സംതിങ് ആണ്. എന്നാലും ഇതും 200 ഹോഴ്സ് പവർ ഓൾമോസ്റ്റ് ഉള്ളൊരു ബൈക്കുകളാണ്, 200+. അപ്പോൾ അത്രയും പവർഫുൾ, അത്രയും ഫാസ്റ്റർ, അത്രയും ഈസി ടു യൂസ് അങ്ങനെയുള്ളൊരു പെപ്പി ബൈക്കാണ്. ഇപ്പോൾ ഞാൻ ആര് S1000RR എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് S1000RR പ്രാന്താണ്. ഡെഫിനറ്റ്ലി S1000RR അല്ലാതെ നിങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഈ ഒരു വേർഷൻ പ്രാന്താണ്. ഡെഫിനറ്റ്ലി ഇതിനെ വെല്ലുന്നൊരു ലുക്ക് ഞാൻ വേറൊരു 1000cc കണ്ടിട്ടില്ല. ഈ ബൈക്കിൻ്റെ കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രാക്ക് ബൈക്ക് വേണം. എന്ന് വെച്ചാൽ അതിനൊരു ലിമിറ്റുണ്ട്. ഒരു ട്രാക്ക് ബൈക്ക് നമ്മൾ റോഡിൽ ഉപയോഗിക്കുന്ന സമയത്ത്, ഇതൊക്കെ ട്രാക്ക് ബൈക്സ് തന്നെയാണ്, റോഡ് ലീഗൽ ട്രാക്ക് ബൈക്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു ട്രാക്ക് ബൈക്ക് നമ്മൾ റോഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതിന്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. ഹീറ്റിംഗ്, ഇത് മത്സര ഹീറ്റിംഗ് ആണ്, ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതൊക്കെയുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് റോഡിലൂടെ ഭയങ്കര ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു നിമ്പിൾ ബൈക്ക് എന്ന് പറയുന്ന സാധനമാണ് നോക്കുന്നതെങ്കിൽ ഇതാണ് ബൈക്ക്. ആക്ച്വലി ഇതിനെക്കാട്ടിയും പ്രാക്ടിക്കലി കുറച്ചുകൂടി നിമ്പിളാണ് ഈ ബൈക്ക്. ജസ്റ്റ് ഒരു ടോയ്, അത്രയേ ഉള്ളൂ. ആ ഒരു ഫീലേ ഉള്ളൂ. ഇതിൽ ഇച്ചിരി കൂടെ സീരിയസ്നെസ് ഉണ്ട്. ഇതിലൊരു ടോയ്, അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മിഡിൽ വെയ്റ്റ് ബൈക്ക് എന്ന് പറയുന്നൊരു ഫീല് മാത്രമേ ഇതിനുള്ളൂ. അല്ലാതെ ഒരു 1000cc ബൈക്ക് എന്ന് പറയുന്നൊരു ഫീല് സത്യത്തിൽ ഇതിൽ കയറിയിരിക്കുമ്പോഴും ഇല്ല, ഇത് ഓടിക്കുന്ന സമയത്തും ഇല്ല. കൈ കൊടുത്ത് തുടങ്ങാത്തടത്തോളം അതില്ല. കൈ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും, അത്രയും തന്നെ പവറുണ്ട്. റൈസ്, ട്രാക്ക്, ഒരുപാട് മോഡ്സ് ഉണ്ട് രണ്ട് ബൈക്കിലും. നല്ല മോഡ്സ്, ഇലക്ട്രോണിക് സപ്പോർട്ട്സ് എല്ലാം ഉണ്ട്. നിങ്ങൾ S1000RRൽ അഡിക്റ്റഡ് ആണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല മക്കളെ, ഇത് നിങ്ങളെയും കൊണ്ടേ പോകും. അതുകൊണ്ട് തന്നെ പതുക്കെ പൈസയൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വാങ്ങിച്ച് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ. എനിവേ, ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയ വീഡിയോ, രണ്ടിനെയും ഒന്നിച്ച് കിട്ടിയ സമയത്ത് വട്ടത്തിലൊന്ന് കൂടിയതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ Traction4. ബൈ. ഓക്കെ.